ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ 50% സംവരണ പരിധി നീക്കുമെന്നും ആവശ്യമുള്ളത്ര ഉയർത്തുമെന്നും രാഹുൽ ഗാന്ധി. ദളിതർക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും ഗോത്ര സമുദായങ്ങൾക്കും ഉള്ള സംവരണാനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കും. മധ്യപ്രദേശിലെ രത്ലത്തിൽ തിരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. ഭരണഘടനയെ സംരക്ഷിക്കാനാണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ പോരാടുന്നതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ബിജെപിയും RSSും ഭരണഘടനയിൽ മാറ്റം വരുത്താനാണ് ശ്രമിക്കുന്നത്. കോൺഗ്രസും ഇന്ത്യ സഖ്യവും അത് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. ജലത്തിലും കാട്ടിലും ഭൂമിയിലും മേലുള്ള അവകാശം ഭരണഘടന നിങ്ങൾക്ക് നൽകുന്നു. നരേന്ദ്രമോദിക്ക് ആ അവകാശങ്ങൾ എടുത്തു കളയണം. അദ്ദേഹത്തിന് സമ്പൂർണ്ണ അധികാരം വേണം. ഭരണഘടനയുടെ പകർപ്പ് കയ്യിലേന്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞു. തങ്ങൾ ജയിച്ചാൽ ഭരണഘടനയിൽ മാറ്റം വരുത്തുമെന്നാണ് BJP നേതാക്കൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഭരണഘടനയിൽ മാറ്റം വരുത്താനാണ് അവർ 400 സീറ്റ് എന്ന മുദ്രാവാക്യം ഉയർത്തുന്നത്. പക്ഷേ അവർക്ക് 400 അല്ല 150 സീറ്റ് കിട്ടില്ലെന്ന കാര്യം മറന്നു പോകുകയാണ്. അവർ സംവരണം എടുത്തുകളയുമെന്ന് പറയുന്നു. ഈ വേദിയിൽ നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ, ഞങ്ങൾ 50% മുകളിൽ സംവരണ പരിധി ഉയർത്തും. ദരിദ്രർക്കും പിന്നോക്ക വിഭാഗക്കാർക്കും ദളിതർക്കും ആദിവാസികൾക്കും പരമാവധി സംവരണം നൽകും, രാഹുൽ ഗാന്ധി പറഞ്ഞു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. സംവരണത്തെ ചൊല്ലി NDAയും ഇന്ത്യ സഖ്യവും കടുത്ത വാക്കുപോര് തുടരുന്നതിനിടെയാണ് രാഹുലിന്റെ പരാമർശം. പിന്നോക്ക വിഭാഗങ്ങളുടെ സംവരണം അട്ടിമറിച്ച് മുസ്ലിങ്ങൾക്ക് നൽകാനാണ് കോൺഗ്രസ് പദ്ധതിയെന്ന് പ്രധാനമന്ത്രി പലകുറി ആവർത്തിച്ചിരുന്നു. ജാതി അടിസ്ഥാനത്തിലുള്ള സംവരണം 50% കവിയരുതെന്ന് 1992 വിധിയിലാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. 4ാം ഘട്ട തിരഞ്ഞെടുപ്പിൽ മെയ് 13 രത്ലത്തിൽ വോട്ടെടുപ്പ്. മുൻ MPയും മുൻ കേന്ദ്രമന്ത്രിയുമായ കാന്തിലാൽ ഭൂരിയയാണ് ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി. 2019 BJPയാണ് മണ്ഡലത്തിൽ ജയിച്ചത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഐ ഹോസ്പിറ്റൽ.